ഞാനിവിടെ കുക്കർ മന്തിയാണ് വെക്കാൻ പോണത്. അതിന് മെയിനായിട്ട് നമുക്ക് ഈ സ്റ്റാൻഡാണ് വേണ്ടത്. ഈ സ്റ്റാൻഡ് ഞാൻ ഉണ്ടാക്കിച്ചെടുത്തതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതെങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇല്ലാത്തവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം നമ്മൾ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചിക്കന് 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയ പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ കുറച്ച് കൂടുതൽ ഇരുന്നോട്ടം വിചാരിച്ചുകൊണ്ട് ചെയ്തതാണ്. ചെറിയ പീസാക്കിയിട്ടാണ് ചിക്കൻ എടുത്തിട്ടുള്ളത്. ചെറിയ പീസായ നമുക്കത് എനിക്കിഷ്ടം ചെറിയ പീസാണ്. കാരണം എരിവ് ഉപ്പൊക്കെ പിടിക്കാൻ ഏറ്റവും നല്ലത് ചെറിയ പീസാണ്. ഞാനെപ്പോഴും അധികമായാലും ചിക്കൻ പൊരിക്കാനായാലും ചെറിയ പീസ് എടുത്തിട്ടാണ് പൊരിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ പീസുകളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ നെയ്യുള്ള ഭാഗം മെയിനായിട്ട് നിങ്ങൾ ഈ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇപ്പോൾ നമ്മളിത് കുക്കർ മന്തി എന്ന് പറഞ്ഞല്ലോ, ഇതിപ്പോൾ ആ സ്റ്റാൻഡിന്മേൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള കംപ്ലീറ്റ് നെയ്യും ഇതെല്ലാം ചൂടാകുമ്പോൾ ഈ ചോറ്റിലേക്ക് തന്നെ ഉറ്റി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നെയ്യുള്ള ഭാഗം എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ തന്നെ ഉൾപ്പെടുത്തണം. കണ്ടോ, നെയ്യുള്ള ഭാഗം ഇതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴാണ് നിങ്ങൾക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവുക. പിന്നെ ഈ ചോറിന് തന്നെ നല്ല സോഫ്റ്റും ഉണ്ടാവും. എന്നുവെച്ചാൽ ഇതിലുള്ള നെയ്യൊക്കെ ഇതിലേക്ക് വരുന്നുണ്ട്. ചോറ് നല്ല ടേസ്റ്റും ഉണ്ടാവും, ചിക്കൻ്റെ ടേസ്റ്റും വരും. അപ്പം നമ്മൾ അതിലേക്ക് ഞാൻ 1 കിലോ അരി എടുത്തിട്ടുണ്ട്. ഈ അരി കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇത് 1 മണിക്കൂറായി ഞാൻ കുതിർത്ത് വെച്ചിട്ട്. അപ്പം അങ്ങനെ കുതിർത്ത് വെക്കുക. പിന്നെ ഇതിൻ്റെയൊക്കെയുള്ള അളവ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അരി ആദ്യം എടുത്തതിന് ശേഷം നമ്മൾ നെയ്ച്ചോറ് വെക്കണ പോലെ തന്നെ അരി എടുത്തിട്ട് അതേ അളവിൽ 2 പാത്രം വെള്ളം എടുക്കണം. അപ്പോൾ അതങ്ങനെയാണ് മാറ്റി വെച്ചാൽ മതി. കുതിർന്നതിന് ശേഷം നിങ്ങൾ വെള്ളം അളന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടുതലായിരിക്കും. അപ്പോൾ അരി കൂടുതലായിരിക്കുമല്ലോ കുതിർന്ന് വരണേ. അപ്പോൾ അതിലേക്ക് നിങ്ങൾ അപ്പോൾ വെള്ളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കറക്റ്റായി കിട്ടില്ല. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, അരി 2 ഗ്ലാസ് അരിയാണെന്നുണ്ടെങ്കിൽ 4 ഗ്ലാസ് വെള്ളം എടുത്തേക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഏത് പാത്രത്തിലാണോ അളന്നത് ആ പാത്രത്തിന് 2 പാത്രം വെള്ളം മാറ്റി വെക്കണം. ഇനി ഞാൻ അടുത്തതായിട്ട് ഈ ചിക്കനിലേക്ക് വേണ്ടത് ചെറിയ മുളക് എടുത്തിട്ടുണ്ട്. മുളകിൻ്റെ എണ്ണമൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എടുക്കുക. 1 കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതാണ്, വെളുത്തുള്ളി, 5 ചീരുള്ളി എടുത്തിട്ടുണ്ട്, മല്ലിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്കുള്ള മഞ്ഞൾ വേണ്ട, ഉപ്പ് മഞ്ഞളും ചേർത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ആ മസാല ഈ ചിക്കനിലേക്ക് ഒഴിക്കും. അത് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു കുക്കർ വെക്കാം. ഈ കുക്കറിലേക്ക് ഞാൻ ആദ്യമായിട്ട് ഇടാൻ പോകുന്നത് ഇത് ചോറ്റിലേക്കുള്ളതാണ്. 3 ഏലക്കായ്, സഹജീരകം, വലിയ ജീരകം, 1 കിലോനത്തേക്കുള്ളതാണ് കേട്ടോ. അത് ഒരു 10 കുരുമുളക് എടുത്തിട്ടുണ്ട്. അത്ര കറക്റ്റായി എണ്ണാക്കി എടുക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. 1 പട്ട കഷ്ണം ഇതാണ്, 5-6 കറാമ്പൂ എടുത്തിട്ടുണ്ട്. ഇത്രക്കും പച്ച കൊത്തമ്പല്ലി എടുത്തിട്ടുണ്ട്, തമ്പോലം എടുത്തിട്ടുണ്ട്, തങ്കോലം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ഗ്ലാസ്, അപ്പോൾ ഇതിലേക്ക് വേണ്ട എണ്ണ നിങ്ങൾക്ക് എത്ര വേണം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കാൻ പോണത്. നിങ്ങൾ നെയ്യോ ഡാൽഡ എന്താണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത് ആദ്യം മിക്സിയിലേക്ക് ഇട്ട് അരച്ച് കൊടുക്കാനുള്ള റെഡിയാക്കി എടുക്കട്ടെ. തൈര് അധികം പുളിപ്പില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെടുത്ത് പുളിപ്പുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അരപ്പാത്രം തൈരൊക്കെ നിങ്ങൾക്ക് അളവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. സോറി, ഇത് പറയുന്ന കൂട്ടത്തിൽ ഞാൻ തൈര് പറഞ്ഞിട്ടില്ല, പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ മസാല അരക്കള്ളിക്കുള്ള തൈര്. ഇത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അധികം പുളിപ്പില്ലാത്ത തൈരാണ്. നിങ്ങളുടെ അടുത്ത് പുളിപ്പുള്ള തൈരാണെന്നൊന്നും കുഴപ്പമൊന്നുമില്ല, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ അതൊക്കെ നിങ്ങൾക്ക് അനുസരിച്ച് ഇനി തൈരില്ല എന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഞാനൊന്ന് മിക്സിയിൽ അരച്ചെടുക്കട്ടെ. ഉപ്പ് മഞ്ഞളൊക്കെ നിങ്ങൾക്ക് അനുസരിച്ച് ഇട്ട് കൊടുക്കുക. മഞ്ഞളില്ലാതെയും വെക്കുക. അപ്പോൾ മഞ്ഞൾ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കളറ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞൾ ഇട്ടിട്ട് വെക്കുന്നത്. ഇനി അങ്ങനത്തെ കളറിന് നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ മഞ്ഞൾ ഇടാതെ വെക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാൻ പോവാണ്.
കല്ലുപ്പാണ് ഇട്ട് കൊടുക്കണേ. അരിഞ്ഞ് വരുമ്പോൾ ഉപ്പൊക്കെ നിങ്ങൾക്ക് അനുസരിച്ചിട്ട് കൊടുക്കട്ടെ. അത് ഉപ്പും കല്ലുപ്പിൻ്റെ ഉപ്പ് ടേസ്റ്റ് കുറവാണ്, അതാണ് ഇപ്പോൾ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. പിന്നെ ഉപ്പൊക്കെ നിങ്ങൾക്ക് അനുസരിച്ച് ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഞാൻ അധികം ഈ ചോറ്റിൽ കളർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. അല്ല നിങ്ങൾക്ക് കളർ തീരെ വേണ്ടാന്നുണ്ടെങ്കിൽ തീരെ ഇട്ട് കൊടുക്കണ്ട. ഞാൻ ഇതൊന്ന് അരച്ചെടുക്കട്ടെ. കരിവേപ്പിൻ്റെ ഇല നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അരച്ചെടുത്തിട്ട് ഞാൻ ചിക്കനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. വെള്ളം ചേർക്കാതെ കംപ്ലീറ്റ് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക. വെള്ളം ചേർത്താൽ നമുക്ക് ഈ ചിക്കനിൽ വെള്ളം കൂടുതലായി പോവും. പിന്നെ അത് പറയാൻ മറന്നു, ചിക്കൻ കഴുകിയിട്ട് ഒരു തരി പോലും വെള്ളമില്ലാതെ നല്ല വെള്ളം വാർത്തെടുക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് വെള്ളം കൂടുതൽ ആവശ്യമില്ലാത്തതാണ്, അതുകൊണ്ട് നല്ല വെള്ളം വാർത്തെടുക്കണം. ഇനി ഇത് നിങ്ങൾ ഈ മിക്സ് ചെയ്യുന്നതൊക്കെ 1 മണിക്കൂർ മുന്നേ ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇത് ശരിക്കും ഞാൻ ചെയ്യാറുള്ളത് ഈ അരി കുതിർത്ത് വെക്കുന്ന സമയത്ത് തന്നെ ഇത് മിക്സ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അത് വീഡിയോ എടുക്കുന്ന ഇതായതുകൊണ്ട് അതും പുറത്ത് മഴയുണ്ട്. ഇപ്പോൾ ഈ മഴ ഒന്ന് കുറഞ്ഞ സമയത്ത് പെട്ടെന്ന് ചെയ്യണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു മണിക്കൂറൊക്കെ എല്ലാം കുതിർത്ത് വെച്ചത് പിന്നെ മിക്സ് ചെയ്ത് വെച്ചാൽ എരിവ് ഉപ്പൊക്കെ ഇതിലേക്ക് പിടിക്കും. ഇപ്പോൾ മഴ ഒന്ന് കുറഞ്ഞ സമയത്ത് ആയപ്പോൾ ഈ മിക്സ് ചെയ്ത് അടുത്ത മഴ വരുമ്പോഴേക്കും വേഗം ചെയ്തെടുക്കാമെന്നുള്ളതിലേക്ക് ചെയ്യാണ്. മഴ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് വരുന്നതെന്ന്. ഏതായാലും ഇപ്പോൾ ഒന്ന് മഴ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മെയിൻ ഇത് നമുക്ക് കുക്കറാണ്. അപ്പോൾ ആ കുക്കറാണ് ഞാൻ എടുക്കാൻ പോണത്. ഞാനിപ്പോൾ ഈ അരി ഊറ്റിയെടുത്തിട്ടുണ്ട്, നല്ല വെള്ളമൊന്നുമില്ലാതെ. പിന്നെ ഇതിലേക്കുള്ള അളവ് വെള്ളം ഞാൻ കറണ്ട് അടുപ്പുമ്മേൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ പെട്ടെന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പച്ചവെള്ളവും ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മളെ സ്റ്റാൻഡിനെ പറ്റി പറയാമെന്ന് പറഞ്ഞല്ലോ, ആ വെള്ളം തിളച്ച് വരുന്ന സമയം കൊണ്ട് ഇപ്പോൾ ഈ സ്റ്റാൻഡ് നമ്മൾ ചപ്പാത്തിയൊക്കെ ചുടണ ഇതേപോലെ പുറത്തുള്ള ഒരു സ്റ്റാൻഡാണ്. ഞാൻ ഒരു ട്രേ ആണ് ഇത് വാങ്ങിയത്. നമ്മൾ ഗ്യാസിൻ്റെ മേലെ വെച്ചിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാൻ പറ്റണ അത് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ പുറത്ത ഊരിയത് ഇത് ഇതേപോലെ പരന്നിട്ടാണ് നിൽക്കുക. നമ്മളെ ഗ്യാസുമ്മൽ റെഡിയായി നിൽക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ ഇതേപോലെ വളച്ച് കൊടുത്തതാണ്. 4 സൈഡിലും വളച്ച് കൊടുത്തു. പിന്നെ ഈ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഈ കുക്കറിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കണ പോലത്തിന് ഒരു സ്റ്റാൻഡ്, ഇപ്പോൾ നമ്മളെ ചിക്കൻ ഇതിൻ്റെ മേലെ വെക്കാനുള്ളതാണല്ലോ. അപ്പോൾ 4 കാല് ഇൻഡസ്ട്രിയിൽ പോയിട്ട് 3 കാല് ഇതിന് കുടുക്കി കൊടുത്തതാണ്. അപ്പോൾ ഇതിനൊരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ഈ സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1.5 കിലോനൊക്കെ വെക്കാം. അപ്പോൾ ഞാൻ എന്താ ചെയ്ത ഒരു സ്ക്രൂ ഇതുണ്ടോ, ഇതൊരു സ്ക്രൂവാണ്. അത് കുറച്ചും കൂടി കൂടുതൽ ചോറൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തിരിച്ചു കൊടുത്താൽ സ്റ്റാൻഡ് ഒന്നും കൂടി വലുതാക്കി എടുക്കാം. വേണ്ട, അപ്പോൾ കുറച്ചും കൂടി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ അത്രയൊന്നും വേണ്ട. അപ്പോൾ ഞാൻ ഈ സ്ക്രൂ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് കൊണ്ട് തന്നെ തിരിച്ചു കൊടുക്കാം. നമുക്ക് ഈ ഐറ്റം തന്നെ മതി. ഒരു കിലോ അരിയാണ് വെക്കണത്. അപ്പോൾ ഈ ഐറ്റിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കുക്കറിൽ നമ്മൾ എയറൊക്കെ നല്ല വരുന്നുണ്ടല്ലോ, ഇതിൻ്റെ മേലാണ് ചിക്കൻ വെക്കുക. ഈ ചിക്കനൊക്കെ ഈ ആവിക്ക് തന്നെ വെന്തിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഒന്നായിട്ട് ഇതിലുള്ള വെള്ളം നമ്മളെ മസാലേൻ്റെ ടേസ്റ്റൊക്കെ നമ്മളെ ചോറ്റിലുണ്ടാവും. എന്നിട്ട് പിന്നെ ഒന്ന് ഫ്രൈ പാനിലിട്ടിട്ട് ഒന്ന് എണ്ണ തടവിയിട്ട് അധികം പൊരിച്ചെടുക്കുകയൊന്നും വേണ്ട. ഇനി പൊരിച്ചെടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ കുക്കറൊക്കെ കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അടുപ്പത്ത് വെക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇത് ഗ്യാസ് ഓണാക്കി കൊടുക്കുകയാണ്. ഇതൊരു 12 ലിറ്ററിൻ്റെ കുക്കറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുക്കറില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ വെച്ചാൽ പിന്നെ നമ്മൾ ഈ ചോറ്റക്കുള്ള കുരുമുളക്, ഏലക്കായ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വഴറ്റിയെടുക്കുക. ആ വഴറ്റിയെടുത്ത എണ്ണ
പിന്നെ അതിൽ നിന്ന് അത് മാറ്റിയതിന് ശേഷം ആ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മളിപ്പോൾ ഈ തേച്ച ചിക്കന് ഒന്ന് വറുത്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ വെള്ളമൊക്കെ വരും. അപ്പോൾ വെള്ളം കംപ്ലീറ്റും വെള്ളം ഇങ്ങനെ തളിച്ച പോലെ വരും ഇത്ര മസാലയിൽ തന്നെ. അത് ഒരു ഓട്ടപാത്രത്തേക്കോ ഒരു കൊട്ടകയിലേക്കോ ഊറ്റിയെടുത്തിട്ട് ആ വെള്ളത്തിൽ ഈ ചോറ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ചോറ്റിൽ നിങ്ങൾ ഒഴിക്കണ വെള്ളവും ഇതിലുള്ള വെള്ളം കൂടി അളവാക്കി കറക്റ്റാക്കുമ്പോൾ ചോറ്റിക്ക് നിങ്ങൾ ആദ്യം അളന്ന് വെച്ച വെള്ളം ഈ വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഈ വെള്ളത്തിൻ്റെ അളവ് അതിൽ നിന്ന് ചുരുക്കി കൊടുക്കണം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഒഴിക്കണ വെള്ളം ഇപ്പോൾ ഒരു ഗ്ലാസ് അരിയാണെന്നുണ്ടെങ്കിൽ ഇതിലത്തെ വെള്ളം ആദ്യം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ നിങ്ങൾ മിക്സ് ചെയ്യാനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് 2 ഗ്ലാസ് ആക്കി എടുക്കുക. അപ്പോൾ ഇതില്ലാത്തവർ അങ്ങനെ ചെയ്യുക. ഇല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് ഞാൻ ഇപ്പോൾ അറിഞ്ഞല്ലേ എങ്ങനെയാണ് ഞാനത് ഉണ്ടാക്കിയെടുത്തതെന്ന്. എനിക്കായിട്ട് തന്നെ തോന്നിയതാണ് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ ഹസ്ബൻഡ് അത് ഉണ്ടാക്കി കൊണ്ടുവന്ന് തന്നതാണ്. അപ്പോൾ നമ്മളെ പാനൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് വെച്ചാൽ അത് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുക, വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ, അതേമാതിരി നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കുക. അതിൽ കുഴപ്പമൊന്നുമില്ല. നല്ലൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള സാധനം ഇൻഗ്രീഡിയൻസുകളൊക്കെ ഇട്ട് കൊടുക്കണം. ഇതെല്ലാം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ പട്ട, കറാമ്പൂവ്, പച്ച കൊത്തമല്ലിയാണ്. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നല്ലവണ്ണം ഒന്ന് മുരിഞ്ഞ് വരണം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളി അതൊക്കെ ചേർക്കണതിന് കുഴപ്പമില്ല. ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ നെയ്ച്ചോറ് വെക്കണ മാതിരി ഉള്ള കൂട്ടുകൾ ചേർക്കണതിന് കുഴപ്പമില്ല. ഈ കൂട്ടിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിന് വേറെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളെ മസാലകളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ വെള്ളം തിളപ്പിച്ചാൽ വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ച് കൊടുക്കണം. ഉള്ളൂ. ഇപ്പോൾ ഞാൻ 3 ഗ്ലാസും കൂടി തിളച്ച വെള്ളം ഫ്ലാസ്കിൽ നിന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ 5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്, അതായത് 1 കിലോ അരി. അപ്പോൾ അതിലേക്കുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ 10 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട ഉപ്പും ഇട്ട് കൊടുക്കുക. അപ്പം നമുക്കിത് പെട്ടെന്ന് തിളച്ച് വരും. കാരണം വെച്ചാൽ നമ്മൾ എല്ലാം തിളച്ച വെള്ളമാണല്ലോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തിളക്കാൻ പെട്ടെന്ന് തിളച്ച് വരും. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഉപ്പ് ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കണം. ഇതിൽ ഉപ്പ് കറക്റ്റാണ്. ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് അരിയിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ സ്റ്റാൻഡ് ഇറക്കി കൊടുക്കണം. നമ്മളെ ചിക്കന് ഇതിൻ്റെ മേലെ ഈ സ്റ്റാൻഡിൻ്റെ മേലെയാണ് ഇട്ട് കൊടുക്കണത്. ഇനി ഇത് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നെയ്ച്ചോറിനൊക്കെ നമ്മൾ ഒരൊറ്റ വിസിലാണല്ലോ ചെയ്യുക. അപ്പോൾ ഒരു വിസിൽ വരുന്ന സമയത്ത് തന്നെ നമുക്കിത് ഓഫ് ചെയ്യണം. അപ്പോൾ ഇത് അടച്ച് കൊടുക്കുകയാണ്.
അതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കുക. ഇനി ഒരു വിസിൽ വരട്ടെ, അതുവരേക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇത് ഞാൻ തുറന്നിട്ട് നമ്മൾ ചിക്കന് ചൂടാറാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്ത് വെക്കണം. അതിന് ശേഷമാണ് നമുക്കതൊന്ന് പൊരിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. ഈ ചിക്കനൊക്കെ ഇന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ ഈ ചോറൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അന്ന് നമുക്ക് ജസ്റ്റ് ഇത് ഇങ്ങനെ തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ അത് ഒന്ന് മുരിപ്പിച്ചെടുക്കണം. അധികം ഒന്നും മുരിച്ചെടുക്കണ്ട. ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം. ഒന്ന് ചൂടായി വരട്ടെ. അപ്പം ഇതിൽ ഒരു കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, കൂടുതലൊന്നും ഒഴിച്ചിട്ടില്ല. നല്ലവണ്ണം ചൂടായതിനു ശേഷം നമുക്കിത് മുരിച്ചെടുക്കാം. നമുക്കിത് ഓരോ പീസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ചൂടാറിയതിന് ശേഷം ഇതിങ്ങനെ മുരിച്ചെടുക്കാന്ന് പറഞ്ഞത്. നമ്മൾ പീസൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടാവുള്ള ആവി തന്നെ നിന്നിട്ട്. അപ്പോൾ ഇത് നമുക്ക് കഷ്ണം പോരാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വെന്തതൊക്കെ നമ്മൾ ചൂടാറി കഴിഞ്ഞാൽ ഒന്നും കൂടി ആടായി മാറും. എന്നാൽ ഉള്ളെല്ലാം വെന്തിട്ടും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊന്ന് ചൂടാക്കി എടുക്കാമെന്ന് പറഞ്ഞത്. ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ചൂടാക്കാതെ തന്നെ. അങ്ങനെ നിങ്ങൾ ചൂടാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുണ്ടെച്ചെങ്കിൽ കുക്കറിന് നമ്മൾ വിസിലിട്ട് അടുത്ത എയർ ഒഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് എടുത്ത് മാറ്റണം. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു 11 ചോറ് കഴിക്കാൻ സമയമാണെന്നുണ്ടെങ്കിൽ അതിന് പ്രശ്നമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്ത് മാറ്റിയില്ലാന്നുണ്ടെങ്കിൽ ചോറ് വേറിപ്പോവും. എൻ്റെ ചോറ് തന്നെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ചൊരു കൂടുതലായിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വേവ് അധികം വേണ്ട. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഞാനൊരു തളിയിൽ പരത്തിയിട്ട് കൊടുത്തൊക്കെയാണ് ചെയ്യണത്. നമ്മളെ ചോറ് ഇവിടെ 1 കിലോ അരിൻ്റെ ചോറാണിത്. ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൽ നിന്ന് എടുത്ത ചിക്കനും ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലൊരു വെള്ളം എണ്ണ പോലും ഇല്ല. അത്രക്കും എണ്ണ കുറച്ച് ഒഴിച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊരു ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുക്കർ മന്തി ഉണ്ടാക്കിയത് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടത് തക്കാളി, പച്ചമുളക്, ഇഞ്ചി ചേർത്തിട്ട് ഞാൻ എല്ലാം കൂടി അരച്ചിട്ട് ഒരു തക്കാളി ജ്യൂസാണ്. അതിൽ ഉപ്പ്, സുർക്കയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ചതുർപ്പുളിയുടെ ചക്കരപ്പുളിയാണ്. ബീട്രൂട്ട് സമ്മന്തി, തൈര്, കണ്ണിമാങ്ങ അച്ചാർ, തേങ്ങാ സമ്മന്തി, നാരങ്ങ അച്ചാർ. ഇതാണ് ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അച്ചാറൊക്കെ എൻ്റെ അടുത്തുള്ളത് തന്നെയാണ്. അതുമാതിരി ഇത് തന്നെ ബീട്രൂട്ട് സമ്മന്തി ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചതാണ്.
ഇതും വീട്ടിൽ റെഡിയാക്കി വെച്ചതാണ്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഇന്നുണ്ടാക്കിയത് ഈ തക്കാളിൻ്റെ വെള്ളവും ഇപ്പോൾ തേങ്ങാ ചമ്മന്തിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.